എന്താ പ്രകാശിട്ട വണ്ടി നിർത്തിയേ? നീ ഇറങ്ങ് പറയാം. എന്താ? വന്ദനേ, നമുക്കെന്തെങ്കിലും കഴിച്ചിട്ട് പോയാലോ? വേണ്ട ഏട്ടാ. അല്ല, നമ്മൾ പുറത്തൊക്കെ പോയി ആഹാരം കഴിച്ച കാലം മറന്നു. ഏട്ടൻ കാശ് കൊടുക്കാടി. വേണ്ട ഏട്ടാ, വിശപ്പില്ല, അതുകൊണ്ടാ. വേണ്ടെങ്കി വേണ്ട, അത്രയും കാശ് കയ്യിലിരിക്കുമല്ലോ. അല്ലെങ്കിലും ഈ ഹോട്ടലിലെ ഫുഡൊന്നും കഴിക്കാതിരിക്കാൻ നല്ലത്. വയറ് മൊത്തത്തിൽ കേടാവും. വന്ദനേ, നീ ഇപ്പൊ ചിന്തിക്കുന്ന എന്താണെന്ന് ഏട്ടനറിയാം. പെട്ടെന്നെന്തിങ്ങനെ ഏട്ടനൊരു മാറ്റം എന്നല്ലേ? ഏട്ടൻ ആവശ്യത്തിന് പൈസയൊക്കെ ചെലവാക്കുന്ന ആള് തന്നെയാ മോളെ. കുട്ടിയും പ്രാരാബ്ദങ്ങളൊക്കെ ആയപ്പോ കുറച്ച് ചെലവ് ചുരുക്കുന്നു മാത്രം. അല്ല മോളെ, ഏട്ടൻ ഓർക്ക എന്തൊക്കെയാ സ്വന്തക്കാരും ബന്ധുക്കളും ചേർന്ന് മോളുടെ തലയിൽ കയറ്റിവെച്ച അപവാദങ്ങൾ. ജാതകദോഷക്കാരി, ഭർത്താവ് വാഴാത്തവള്, കണ്ണിച്ചോരയില്ലാത്ത വർഗങ്ങള്. കണ്ണീരൊഴിയാത്തൊരു ദിവസമെങ്കിലും ഉണ്ടായിരുന്നു മോളെ നിനക്ക്. അതിലൊന്നും എനിക്കിപ്പോ ഒരു സങ്കടമില്ല പ്രകാശേട്ടാ. പറയുന്നവരെന്തും പറഞ്ഞോട്ടെ. ചിലപ്പോ അവര് പറയുന്ന പോലെയുള്ള ജാതകദോഷം ഉള്ളത് കൊണ്ടാവാം എന്റെ കല്യാണം മുടങ്ങിപ്പോയത്. അത് സമയദോഷം കൊണ്ടാ. ഒരാവശ്യവുമില്ലാതെ പഴി മാത്രം കേൾക്കേണ്ടി വന്ന നിന്റെ സമയം മാറി മോളെ. ഇന്ന് രാജീവ് മേനോന്റെ കമ്പനിയുടെ സൈനിങ് അതോറിറ്റി നീയാ. ഇനി മുതൽ കോടിക്കണക്കിന് പണത്തിന്റെ ഏർപ്പാടുകളായിരിക്കും നീ ചെയ്യാൻ പോകുന്നത്. എന്നുവെച്ച് മോള് പേടിക്കണ്ട. കാശ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും എങ്ങനെയൊക്കെ കാര്യങ്ങൾ നീക്കിയാൽ നിനക്കും നമ്മുടെ കുടുംബത്തിനും എങ്ങനെ പ്രയോജനകരമാവും എന്നുള്ള കാര്യങ്ങളൊക്കെ ഏട്ടൻ സമയാസമയം പറഞ്ഞെന്നോളാം. കൂടെ നിന്നോളാം. പണ്ട് കാലക്കേടും ഒപ്പം കാശില്ലായ്മയും കൂടിയായപ്പോ ജീവിതം പൊറുതിമുട്ടിപ്പോയവരായിരുന്നു നമ്മള്. ഇപ്പോ ഈശ്വരനായിട്ട് രക്ഷപ്പെടാൻ ഒരു മാർഗം കാണിച്ചു തന്നിരിക്കുക. ഞാൻ പറയുന്ന രീതിയിൽ മോള് കാര്യങ്ങൾ നീക്കിയാല് നമുക്കെല്ലാവർക്കും അച്ഛൻ ആഗ്രഹിച്ച പോലൊരു 3 നില വീട് പണിയാം. ബാങ്ക് ബാലൻസ് ഉണ്ടോ? ഏട്ടാ, ഈ കോടിക്കണക്കിന് പണമൊന്നും കൈകാര്യം ചെയ്ത പരിചയം എനിക്കില്ല. എന്ത് ചെയ്താലും അച്ഛനോടും അമ്മയോടും ആലോചിച്ചിട്ട് മാത്രമേ ചെയ്യൂ. മതി, അത് മതി. അപ്പോഴും മുഖ്യ ഉപദേഷ്ടാവ് ഞാൻ തന്നെയായിരിക്കും. കോടികൾ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിലും ലക്ഷങ്ങളെങ്കിലും കൈകാര്യം ചെയ്തിട്ടുള്ള പരിചയം നമ്മുടെ വീട്ടിൽ എനിക്ക് മാത്രമല്ലേ ഉള്ളൂ. കഴിക്കണം എന്നുള്ള തീരുമാനം മാറിയോ? എനിക്ക് വിശപ്പില്ല പ്രകാശേട്ടാ. പ്രകാശേട്ടൻ വേണമെങ്കിൽ കഴിക്കേ, ഞാൻ കൂടെ ഇരിക്കാം. അത് വേണ്ട, മോള് കഴിക്കാതെ പ്രകാശേട്ടൻ കഴിക്കില്ല. മോള് കയറ്. അതെ, എന്തൊക്കെ അടവെടുത്തിട്ടാണെങ്കിലും ജഗനെ കൊണ്ട് ഞാൻ പെണ്ണ് കെട്ടിച്ചിരിക്കും. അല്ലെങ്കിൽ ഞാൻ കരണാരക്കുറുപ്പല്ലെന്ന് കൂട്ടിക്കോ. അച്ഛന് വാശി കൂടുന്തോറും ജഗന് കടുംപിടുത്തം കൂടും. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ആറി തണുക്കുന്നത് വരെ മിണ്ടാതിരിക്കുക നല്ലത്. അവന് മൂക്ക് കയറിടാനുള്ള വഴികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടടാ. ജഗൻ വരിക. മോന് ചോറ് വിളമ്പിക്കൊടുക്ക. മതി അച്ഛാ. മോളെ, അച്ഛന്റെ കൂടെ ഇരുന്ന് ഒരു പിടി ചോറുണ്ണാമോ? വേണ്ട അച്ഛാ, നിങ്ങളുടെ കൂടെ കഴിച്ചിട്ടാ വന്ന്. മോനെ, വീട്ടിലെല്ലാവർക്കും സുഖാണോ? അച്ഛമ്മയൊക്കെ എന്തു പറയുന്നു?
സുഖാണമ്മേ. ഓ അതെ, അവനെ ഇഷ്ടപ്പെടാത്തവരെ കണ്ടിട്ടാ അവൻ എണീറ്റു പോയത്. അത് കാര്യമൊക്കെ ഉണ്ടാ. മോളെ, വന്ദന എന്തു പറയുന്നു? അവളുടെ വിഷമമൊക്കെ മാറി തുടങ്ങിയോ? എവിടെ? ചേച്ചി രാജീവ് മേനോന്റെ വീട്ടിലേക്ക് പോയിരിക്കോ? വക്കീലുമായിട്ട് എന്തോ സംസാരിക്കാം. ഓ, ചിലപ്പോ രാജീവ് മേനോന്റെ ആക്സിഡന്റിന്റെ ദുരൂഹതയുമായി ബന്ധപ്പെട്ട് കേസ് ഫയൽ ചെയ്യുന്നതായിരിക്കും. കേസെന്നോ വക്കീലെന്നോ ഒക്കെ പറയുന്ന കേട്ടു. എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. അയ്യോ അച്ഛാ, ഇത്തിരി വെള്ളം എടുത്തു കൊടുക്ക് പെട്ടെന്ന്. കുടിക്കും. വന്ദന, അവളെ പൂട്ടണം, അല്ലെങ്കിൽ അവൾ ആക്സിഡന്റ് കുത്തിപ്പൊക്കും. അങ്ങനെയാണെങ്കിൽ അകത്തകുന്നത് ഞാനും എൻ്റെ മോനുമായിരിക്കും. വന്ദനെ ഇനിയും കാണുന്നില്ലല്ലോ മാധവേട്ട. അവൾ എന്തെങ്കിലും ആപത്തിപ്പെട്ടിട്ടുണ്ടോന്ന് എന്റെ പേടി. ദേമോൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവളാ. എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ചിട്ടുണ്ടാവോ? ഒരു മനസ്സമാധാനം ഇല്ല. നീ ഇങ്ങനെ കിടന്ന് പിടയ്ക്കാതെ. വന്ദന ഒറ്റയ്ക്കല്ലല്ലോ, പ്രകാശം കൂടെയില്ലേ? അല്പം സ്വാർത്ഥതയും ദുരാഗ്രഹവും ഒക്കെ ഉണ്ടെങ്കിലും സഹോദരിമാരോട് സ്നേഹക്കുറവുള്ളവനൊന്നും അല്ല പ്രകാശ്. വന്ദനയുടെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ അവൻ സമ്മതിക്കില്ല. രാഖിയും സാഗറും അക്രമത്തിന് മുതിർന്നാൽ അവരെ കൈകാര്യം ചെയ്യാനുള്ള തന്റെ ഇടമുള്ളതുകൊണ്ടാ വന്ദനയ്ക്കൊപ്പം അവൻ പോകാൻ തയ്യാറായത് തന്നെ. ആ, അച്ഛാ, ജാതകദോഷക്കാരിയൊന്നുമല്ല എന്റെ പെങ്ങള്. ഈ കുടുംബത്തിന്റെ ഐശ്വര്യം എന്റെ ഈ പെങ്ങളാണ്. സാഗറിന്റെയും രാഖിയുടെയും ഒരു തോന്നിവാസവും ഇനി നടക്കാൻ പോകുന്നില്ല. രണ്ടുപേർക്കും വന്ദനയുടെ കാൽ ചുവട്ടിൽ നിന്ന് പാദസേവ ചെയ്യേണ്ട ഗതികേടാ വരാൻ പോകുന്നത്. നീ കാര്യം പറ പ്രകാശ. മരണപ്പെടുന്നതിന് മുമ്പ് രാജീവ് എഴുതി പിടിപ്പിച്ച അടച്ച വിൽപത്രത്തെ പറ്റി പറയാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുവാനാണ് ഞങ്ങളെ വിളിപ്പിച്ചത്. വന്ദനയുടെ സാന്നിധ്യം നിർബന്ധമായും വേണമെന്ന് വക്കീൽ പറഞ്ഞത് വെറുതെയല്ല. വിൽപത്ര വ്യവസ്ഥ പ്രകാരം ഇനി മുതൽ രാജീവിന്റെ എല്ലാ സ്വത്തുക്കളിലെയും ക്രയവിക്രയാധികാരം വന്ദനയ്ക്ക് മാത്രമാണ്. ഈ നിൽക്കുന്ന എന്റെ പെങ്ങള് വന്ദനയ്ക്കാണ് സൈനിങ് അതോറിറ്റി.
അതെ, രാജീവിന്റെ സ്വത്തിന്റെ അവകാശം വന്ദനയ്ക്കും കൂടി ഉള്ളതാന്ന്. സൈനിങ് അതോറിറ്റി വന്ദനയ്ക്കാണെന്ന് വക്കീല് പറഞ്ഞപ്പോ രാഗിയുടെയും സാഗറിന്റെയും മുഖം തേളുകുത്തിയ അവസ്ഥയിലായി. രണ്ടുപേരും വക്കീലിന്റെ നേരെ അങ്ങോട്ട് ചീറിയെടുത്തു. വക്കീൽ ആരാ മോൻ? മര്യാദയ്ക്ക് വിൽപ്പത്ര വ്യവസ്ഥ അംഗീകരിച്ചില്ലെങ്കിൽ രണ്ടുപേരും അഴിയണമെന്ന് വക്കീൽ അങ്ങ് തുറന്നടിച്ചു. അതോടെ രാഗിയുടെയും സാഗറിനെയും പത്തി മടങ്ങി. വന്ദനയ്ക്കൊപ്പം കൂട്ടുപോയത് നഷ്ടമായില്ലെന്ന് പ്രകാശേട്ടന് ബോധ്യമായോ? എന്താ പറഞ്ഞത്? വന്ദനയ്ക്ക് കൂട്ടുപോയെന്നോ? വന്ദനയ്ക്ക് അകമ്പടി സേവിച്ചു എന്ന് പറയടി. വന്ദന മനസ്സ് വെച്ചാലേ അച്ഛന്റെ എല്ലാ ബാധ്യതകളും തീരും. എന്റെ സമ്പാദ്യ ശേഖരവും ഒന്ന് കനക്കും. മനോജിന്റെ സ്റ്റാർട്ടപ്പ് ബിസിനസിന്റെ കാര്യവും പാസ്സായി കിട്ടും. അത് മാത്രമല്ല, അച്ഛനമ്മമാരുടെ സ്വപ്ന ഭവനവും ഉയരും. ഒന്ന് മതിയാക്കേട്ടാ. രാജീവേട്ടൻ അങ്ങനെ ഒരു വ്യവസ്ഥ എഴുതി വെച്ചു എന്ന് കരുതി ഒരിക്കലും ഞാൻ സ്വയം മറക്കില്ല. നീരും നിറയും വിട്ട് അണുവിട ചലിക്കില്ല. ഞാനൊരു ചില്ലി പണം അതിൽ നിന്ന് അനാവശ്യമായിട്ട് ചെലവാക്കൂല. നിന്റെ തീരുമാനമാണ് ശരി. അർഹിക്കാത്ത പണം കൊണ്ട് വലിയവനാവാൻ നോക്കരുത് മോനെ. കഷ്ടപ്പെട്ട് അധ്വാനിച്ചാൽ ആ പണം എന്നും ഉപകാരപ്പെടും. പ്രകാശേട്ടൻ പിണങ്ങിയോ? സ്വന്തം കുടുംബത്തിന്റെ കാര്യം നോക്കിയിട്ട് മതി സത്യവും ധർമ്മമൊക്കെ. പിച്ചക്കാരനായി നിനക്ക് ന്യായവും അന്യായവും പറയാൻ എന്ത് യോഗ്യതയാണ് ഉള്ളത്? തെരുവ് പട്ടിയുടെ വില പോലും നിനക്ക് ഞാൻ കൽപ്പിച്ചിട്ടില്ല. പോടാ. എന്താ പ്രകാശേട്ടാ ഇത്? ഇങ്ങനെയൊന്നും പറയല്ലേ. നിന്റെ ഉപദേശമൊന്നും എനിക്ക് വേണ്ട. നന്നാവാൻ ഒരു വഴി തുറന്നു വരുമ്പോ സത്യവും ധർമ്മവും വിളിച്ചു കൂവി ആ വഴി അടയ്ക്കുന്ന വർഗം ഒന്നും നന്നാവാൻ പോകുന്നില്ല. ഓടാ. വിനേട്ടാ, മോനെ വേണ്ട, പോകല്ലേ മോനെ, അമ്മയെ വേദനിപ്പിക്കല്ലേ. നോക്ക്, വിനേട്ടനെ ഞങ്ങൾ ഒരിടത്തേക്കും വിടില്ല. വാ വിനേട്ടാ. വിഷമിക്കണ്ട, വിഷമിക്കാതെ വാ, മോൻ വാ. മോനെ, പ്രകാശ് നിന്നെ മുൻപ് പഴക്ക് പറഞ്ഞിട്ടില്ലേടാ? തെണ്ടിയെന്നും പോഴനെന്നും ഒക്കെ വിളിച്ച് ആക്ഷേപിച്ചിട്ടില്ലേ? അതൊക്കെ അവന്റെ വിവരക്കേട് കൊണ്ടാണെന്ന് നീ എന്താ ഒന്നും മനസ്സിലാക്കാത്തത്? ഈ അമ്മയും അച്ഛനും വന്ദനയും വർഷയൊക്കെ സ്വന്തം മകനെ പോലെയും സഹോദരനെ പോലെയൊക്കെ അല്ലേ നിന്നെ കാണുന്നത്? ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോവാൻ നിനക്ക് കഴിയോ?
വിനുവേട്ടൻ ചുമടെടുത്ത് പണം കൊണ്ടുവരുന്നോ? വേണ്ട വിനുവേട്ട, അങ്ങനെ വിനുവേട്ടൻ ചുമടെടുത്ത് കിട്ടുന്ന പണം കൊണ്ട് ഇവിടെ ചെലവ് കഴിയണ്ട. ഇവിടെ കഴുതയെ പോലെ പണിയെടുക്കുന്നുണ്ടല്ലോ വിനുവേട്ടൻ. അതിനാരെങ്കിലും വിനുവേട്ടന് ശമ്പളം തരുന്നുണ്ടോ? ഇല്ലല്ലോ. ദിവസം 500 രൂപയുടെ പണിയെടുത്തിട്ടാ വിനുവേട്ടന് 50 രൂപയുടെ ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെയുള്ള വിനുവേട്ടന് എങ്ങനെയാ തെണ്ടിയാ വന്നത്? വിഷമിക്കല്ലേ. ഞങ്ങളുടെ അമ്മയുടെ വയറ്റി പറക്കാത്ത ഞങ്ങളുടെ ഏട്ടനാ വിനുവേട്ടൻ. ഞങ്ങളുടെ കൂടെപ്പിറപ്പ്. ചുമടെടുക്കാനൊന്നും പോയി ഞങ്ങളെ വേദനിപ്പിക്കരുത് വിനുവേട്ടാ. മോനെ, നിന്റെ പിണക്കം തീർക്കാൻ ഈ അമ്മ എന്ത് പ്രാശ്ചിത്താ ചെയ്യേണ്ടത്? പട്ടിണി കിടക്കണോ അതോ തല തല്ലി മരിക്കണോ? പറ. വിശക്കുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞാ പറ്റില്ല. വാ, വന്ന് കഴിക്കുക. വാ മോനെ, നടക്ക്. ഹലോ. ഹലോ, ഞാൻ രാഖിയ. മനസ്സിലായി. സോറി വന്ദന, വിൽപത്രത്തിന്റെ പേരിൽ ഞങ്ങൾക്കല്പം മോശമായി പെരുമാറേണ്ടി വന്നു. അതിൽ വന്ദന വിഷമിക്കരുത്. വിഷമൊക്കെ ഉണ്ട്. മനസ്സാ മാറ്റ അറിയാത്ത തോന്നിവാസങ്ങൾ പറഞ്ഞ വിഷമിക്ക് മാത്രമല്ല, ശക്തമായിട്ട് പ്രതികരിക്കേണ്ടതായും വരും. രാഖി വിളിച്ച കാര്യം പറ. അടിച്ച വിൽപത്രത്തെക്കുറിച്ച് സമാധാനമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണം. ഇപ്പോഴുള്ള ധാരണാ പിശകുകൾക്ക് ഒരു പരിഹാരം എങ്ങനെയും കണ്ടെത്തണം. അതിന് വന്ദനയുടെ സഹകരണം കൂടിയേ തീരൂ. അമ്മേ, രാഖിയെ വിളിക്കുന്നത്. വിൽപത്രത്തെക്കുറിച്ച് എന്തൊക്കെ തീരുമാനം എടുക്കാനുണ്ട്. എന്നെ ഒന്ന് കാണണമെന്ന്. രാഖി, ഞാൻ ഫോൺ അമ്മയ്ക്ക് കൊടുക്കാം. ഹലോ, എന്താ കാര്യം? അമ്മേ, കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയാലോചിക്കാനും ചർച്ച ചെയ്യാനും ഉണ്ട്. ശത്രുതയെല്ലാം മറന്ന് സഹകരിക്കണമെന്ന് അമ്മ വന്ദനയോടൊന്ന് പറയണം. വന്ദന ഒരിക്കൽ കൂടി ഇവിടേക്ക് വരണം. അമ്മ അവളെ പറഞ്ഞയക്കണം. ഞങ്ങളെ വിശ്വസിക്കാം. ഇപ്പൊ ഈ കാണിക്കുന്ന തേനൂറുന്ന സംസാരം കാര്യം സാധിക്കാനുള്ള വെറും അടവുകൾ മാത്രമാണെന്ന് എനിക്കറിയാം. അതൊക്കെ പോട്ടെ. കാര്യം എന്തു തന്നെ ആയാലും ഞങ്ങളുടെ മുന്നിൽ വെച്ച് മതി. ഇനി ചർച്ചയും ഒത്തുതീർപ്പും ഒക്കെ മതി. വളരെ സന്തോഷം. അങ്ങനെ ചെയ്താൽ മതിയമ്മേ.
അവിടെയുള്ള പടകളെല്ലാം കൂടി കെട്ടിയെടുത്ത് വന്നിട്ട് മതി ചർച്ച എന്നാ ആ തള്ള പറയുന്നത്. സൈനിങ് അതോറിറ്റി അവളായപ്പോ എല്ലാ കടിഞ്ഞാണും ഇപ്പോ അവളുടെ കയ്യിലായില്ലേ. എന്തായാലും അവരെല്ലാം കൂടി ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞതില് എന്തോ ചതി മണക്കുന്നുണ്ട് രാഗി. ഗ്രഹണ സമയത്ത് നീർക്കോലിയും തലയെടുക്കും. വന്ദനയെ മുന്നിൽ നിർത്തി നമ്മളെ ചക്രശ്വാസം വലിപ്പിക്കാനാ അവരുടെ നീക്കം. സൂക്ഷിക്കണം മോനെ.